പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചയിൽ 4 പേർ തൃശൂരിൽ പിടിയിൽ. തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത്. സ്വർണം കണ്ടെടുക്കുന്നതിനും മറ്റു പ്രതികൾക്കുമായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ജ്വല്ലറി ഉടമയെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണമാണ് പ്രതികൾ കവർന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി. ജ്വല്ലറി ഉടമകളെ ആക്രമിച്ചുള്ള സ്വർണ്ണ കവർച്ചകൾ നടക്കാറുള്ള അതേ പാറ്റേണിലായിരുന്നു ആക്രമണം. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 8:45 പെരിന്തൽമണ്ണ KM ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങൾ കിനാത്തിൽ യൂസഫും ഷാനവാസും ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഊട്ടി റോഡിലെ KM ജ്വല്ലറി ബിൽഡിംഗ് ഒരു ഓടിട്ട കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് രാത്രി സ്വർണം കടയിൽ വെക്കാറില്ല. മുഴുവൻ സ്വർണവും ബാഗിലാക്കി സ്കൂട്ടറിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. ഇതറിയാവുന്ന പ്രതികളാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. അലങ്കാർ വളവിലെ ഇവരുടെ വീടിന് തൊട്ടടുത്തെത്തിയതും ഒരു കാർ കുറുകെ കയറി ഇവരെ ഇടിച്ചിട്ടു. സ്കൂട്ടർ മറിഞ്ഞു വീണു. കാറിലുണ്ടായിരുന്ന കവർച്ചക്കാർ ചാടിയിറങ്ങി നിലത്തു വീണുകിടന്ന യൂസഫിന്റെയും ഷാനവാസിന്റെയും മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു. മുഖത്തിടിച്ചു. സ്വർണ്ണ കവർച്ചക്കാർക്ക് തൃശൂർ ബന്ധമുണ്ടാകും എന്ന അനുമാനത്തിൽ പോലീസ് നടത്തിയ ചടുല നീക്കത്തിൽ മണിക്കൂറുകൾക്കകം പ്രതികൾ കുടുങ്ങി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ 4 പേർ പിടിയിലായി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻലാൽ, ലിജൻ രാജൻ, തൃശൂർ സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവരാണ് പിടിയിലായത്. തൃശൂർ വെസ്റ്റ് ഫോർട്ട് പരിസരത്തു നിന്നും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ ഇതിനകം കവർന്ന സ്വർണം ഇവർ കൈമാറിയിരുന്നു. കവർച്ചാ സംഘത്തിലെ ഒരാൾ രക്ഷപ്പെട്ടെന്നാണ് സൂചന. കവർച്ചാ സ്വർണവും കള്ളക്കടത്ത് സ്വർണവും കൈകാര്യം ചെയ്യുന്ന വലിയ സംഘം ഇവരുടെ പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം. കൂടുതൽ അറസ്റ്റുകൾ ഉടനുണ്ടായേക്കും. പ്രതികളിൽ നിന്നും മറ്റ് സ്വർണ്ണ കവർച്ചകളുടെയും സമാന കുറ്റകൃത്യങ്ങളുടെയും തുമ്പുകൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് മലയാളം, മലപ്പുറം, തൃശൂർ.